എന്താ നിന്റെ ഉദ്ദേശം? മീര, എന്നെ മനസ്സിലായോ? കലാവതി ആന്റി. ഓ, അപ്പൊ മറന്നിട്ടില്ല. എന്താ ഈ രാത്രിയിൽ ഇവിടെ നീ ഒറ്റയ്ക്ക്? വേറെ ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. നീ ആകെ വല്ലാതിരിക്കുന്നല്ലോ. നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ടോടി? പറ മീര, എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നമില്ലാത്ത നീയാണോ എന്റെ കാറിന് മുമ്പിൽ വന്ന് ചാടിയത്? സോറി ആന്റി, പൊയ്ക്കോ. അങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ബന്ധമല്ലല്ലോ മോളെ നമ്മള് തമ്മില്. പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കെ, ഞാൻ പോയി തരാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഒന്നുകിൽ പോലീസ് സ്റ്റേഷനില്, അല്ലെങ്കിൽ ചന്ദ്രോത്ത്, അതും അല്ലെങ്കിൽ ഡൽഹിയില്. എവിടേക്കാ ഞാൻ ആദ്യം വിളിക്കേണ്ടത്? ശരി. ആന്റി പ്ലീസ് വേണ്ട, ഒന്നും വിളിച്ചു പറയരുത്. ആരും അറിയരുത് ഞാനിവിടെ ഉണ്ടെന്ന്. ആരോടും പറയല്ലേ ആന്റി. അപ്പോ ചന്ദ്രോത്ത് എന്തോ പ്രശ്നം നടന്നു, ഉറപ്പാത്? നീ വീട് വിട്ടിറങ്ങിയല്ലേ? എന്തുദ്ദേശിച്ച നീ ഇവിടെ ചുറ്റിക്കറങ്ങുന്നേ? ഒന്നുമില്ല ആന്റി, ഒന്ന് സ്വസ്ഥായിട്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പൊ ഇവിടെ നീ ഇരിക്കണ്ട. വാ, എന്റെ വീട്ടിൽ പോവാം. വേണ്ട, ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. നീ വരും, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കേണ്ടവരെ വിളിക്കും. നിന്റെ കാർ ഞാൻ ആളെ വിട്ടെടുപ്പിച്ചോളാം. വന്ന് വണ്ടി കയറ്. വേണ്ട ആന്റി. പോയി കാറിൽ കയറടി. കേറ്, കേറടി. ആന്റി, എന്റെ ബാഗും ഫോണും. അതൊക്കെ ഞാൻ എടുത്തിട്ട് വരാം. ബെൽറ്റ് ഇട്. പോവാം. പഴയ ചില കണക്കുകൾ തീർക്കാൻ നിന്നെ എനിക്ക് വേണം. പ്രൊഫസർ പ്രഭാവതിക്കുള്ളൊരു പണി കൊടുക്കാൻ ഇതിനേക്കാൾ നല്ലൊരാളിനെ കിട്ടില്ല.